ഹായ് കൂട്ടുകാരെ, പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ശബ്ദാലങ്കാരായിരുന്നു. എന്തായിരുന്നു അലങ്കാരം എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ അല്ലെ? എന്തായിരുന്നു? ഡെക്കറേഷൻ ആണ് അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മൾ അലങ്കാരം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹോംസിലാണ്. അതില് ശബ്ദ അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ശബ്ദം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേർഡ്സ് ആണ് അല്ലെ? ഏതെങ്കിലും ഒരു പോയത്തില് വേർഡ്സിന്റെ മീഡിയത്തിലൂടെ എന്താണ് നമ്മൾ ആ പോയത്തിന്റെ ഭംഗി വലുതാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അല്ലെ, അതിനെയാണ് നമ്മള് ശബ്ദാലങ്കാരം എന്ന് പറയുന്നത്. जब काव्य में शब्दों के माध्यम से काव्य सौंदर्य की वृद्धि की जाती है तब उसे हम ശബ്ദാലങ്കാർ कहते हैं. ഇതില് സ്പെഷ്യൽ ആയിട്ട് ഈ അലങ്കാരനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? ഈ വേർഡ്സിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ട് ആ ഒരു പോയത്തിന്റെ ഭംഗി കൂടും. നമ്മൾ ഒരുപാട് പറയാറുണ്ട്, റൈമിംഗ് വേർഡ്സ് വരാറുണ്ട് അല്ലെ? നമ്മളിപ്പോ ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ലാംഗ്വേജസിൽ ഫോംസ് ഒക്കെ എഴുതുമ്പോൾ റൈമിംഗ് വേർഡ്സ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ചില വേർഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഭംഗി കൂടും. അപ്പം ഇവിടെ ശബ്ദാലങ്കാരം എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യലി വേർഡ്സിന്റെ വീണ്ടും വീണ്ടുമുള്ള യൂസേജസ്, അതിന്റെ മീനിങ്സ് അല്ലെ? ചില പോയിന്റ്സ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെമ്മറൈസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ശബ്ദാലങ്കാരം കൊണ്ടാണ് അല്ലെ? എന്താണ്? നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. കനക് കനക് തേ സോ ഗുനി മാദക്ത അധികായ്. ഇവിടെ ഏത് വേർഡാ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്? കനക് കനക് അല്ലെ? ഇവിടെ എന്താണ്? കനക് എന്ന് പറഞ്ഞ വേർഡിന്റെ എന്താണ് പര്യായവാചി യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മീനിങ് എന്താണ്? ഗേഹു, വീറ്റ്, റൈറ്റ്? അപ്പം അതിന്റെ കൂടെ തന്നെ വേറൊരു വേർഡ് മീനിങ്ങും കൂടെ നമുക്ക് വരികയാണ്. എന്താണ്? ധതൂര, ഗേഹു യാ ധതൂര. അപ്പൊ അതില് അതിന്റെ ഭംഗി വരികയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ശബ്ദാലങ്കാർ. ശബ്ദാലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? വേർഡ്സിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂസ്, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സിൽ. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഷെയർ ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക. താങ്ക് യു.